ഏകദേശം 300-ലധികം സിനിമകളിൽ അഭിനയിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായി മാറിയ നടനാണ് സലീം കുമാർ. മലയാളികളെ എല്ലാവരെയും കുടുകുടാ ചിരിപ്പിച്ച നടൻ കൂടെയായിരുന്നു സലീം കുമാർ. എന്നാൽ അച്ഛനുറങ്ങാത്ത വീട് എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് താരത്തിന്റെ മറ്റൊരു രൂപം കൂടെ മലയാളികൾ കണ്ടത്. അതുവരെയും കോമഡി കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ചിരുന്ന സലീം കുമാർ അച്ഛനുറങ്ങാത്ത വീട് എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് നായകനായി എത്തിയത്. ആ സിനിമ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. എന്നാൽ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് അദ്ദേഹം സിനിമയിൽ നിന്നും വലിയൊരു ഇടവേളയായിരുന്നു പിന്നീടെടുത്തത്. പിന്നീട് താരം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം അഡാർ ലവ് എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത്. ഇപ്പോൾ ഇതാ നടൻ സലീം കുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് നടനും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെച്ചായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ സലീം കുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽക്കേ അദ്ദേഹം സിനിമാ മേഖലയിലുണ്ട്. ജൂനിയർ സീനിയർ എന്ന വ്യത്യാസമില്ലാതെ അദ്ദേഹം എല്ലാ ആർട്ടിസ്റ്റുകളോടും ഒരുപോലെയാണ് പെരുമാറാറുള്ളത്. എന്നാൽ അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്ന സമയത്ത് വല്ലാതെ ചുമക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് എനിക്ക് വല്ലാത്ത സങ്കടമായി. എന്നാൽ ഷോട്ട് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ആ ക്ഷീണമൊന്നും പ്രകടമാക്കാറില്ല. സ്ക്രീനിൽ അദ്ദേഹം നല്ല ആക്റ്റീവ് തന്നെയാണ്. എന്നാൽ സ്ക്രീനിൽ അദ്ദേഹം ഉന്മേഷവാനായി നിൽക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകർ ഇന്നുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് അദ്ദേഹം. ഇതൊക്കെയായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ അഭിമുഖത്തിൽ വെച്ച് തുറന്നു പറഞ്ഞത്.